29 നോമ്പുള്ളൂ നാളെ പെരുന്നാളാണെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ ഈ മൈലാഞ്ചി ഇടാൻ ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ നൈബറിൻ്റെ അടുത്താണ്. ഓളൊരു മെഹന്തി ആർട്ടിസ്റ്റ് കൂടിയാണ്. ഓള് ബ്രൈഡൽ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരുടെ കയ്യിൽ തന്നെ ഹാൻഡ് കോൺസും നെയിൽ കോൺസും ഒക്കെ അവൈലബിൾ ആട്ടോ. റമദാനൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ കല്യാണ സീസൺ ഒക്കെ ആവാനായി. അപ്പോൾ എന്തായാലും ഞാൻ അവരുടെ പേജിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുക്കാം. എന്തായാലും ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ മൈലാഞ്ചിരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം വന്നത് കിടന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉമ്മച്ചി വന്ന് വിളിച്ചു കേട്ടോ. നമ്മുടെ ഈദിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അതെപ്പോഴും അങ്ങനെ തന്നെ, എല്ലാം വാങ്ങി വെച്ചാലും ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിക്കാനുണ്ടാവും. അങ്ങനെ സാധനമൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും മരുഭാഗം കൊടുത്തു. അതിൻ്റെ അടുക്ക് ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഞാൻ മൈലാഞ്ചി കഴിക്കിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്രഷ് സ്റ്റെയിൻ. പിന്നെ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്നും കൂടെ നോക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ല. നോസ് റിങ്ങും പിന്നെ പാലത്തൊക്കെ ആയിരുന്നു. പിന്നെ ഈദ് മുബാറക്കൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇപ്പച്ചിതാ വിളിക്കുന്നുണ്ട്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ റനുവിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നമ്മുടെ ഷാദി സ്റ്റെയിൻ്റെ കോൺസൺ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാണാം കേട്ടോ റനു മൈലാഞ്ചി ഇടുന്നത്. ഓള് ജനിച്ചിട്ട് ഇതുവരെ മൈലാഞ്ചി ഇട്ടതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയിലില്ല. അപ്പം എന്തായാലും ആദ്യത്തെ ഇടല് ഞാൻ തന്നെ അങ്ങോട്ട് ഒപ്പിച്ചു കൊടുത്തു. പിന്നെ ഞാൻ അന്നത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം നമ്മുടെ നൈബേഴ്സ് കുട്ടികളൊക്കെ വന്നിട്ട് അവർക്ക് മൈലാഞ്ചിട്ട് കൊടുക്കുന്നു. അങ്ങനെ 12-1 മണി വരെ മൈലാഞ്ചിട്ട് കൊടുക്കലും ഒക്കെ തന്നെ ആയിരുന്നു പണി. പിന്നെ പിറ്റേന്ന് നമ്മുടെ ഈദ് ഡേ നമ്മുടെ സ്റ്റെയിനൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇന്നും ഞാൻ എല്ലാ ഈദിനെ പോലെയും കംപ്ലീറ്റ് വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ആസ് യൂഷ്വൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല എന്നല്ല, ഇതിലൊന്നുമില്ല. അതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാനത് വ്ലോഗ് ആക്കിയിട്ടാട്ടോ. പിന്നെ ഈദിന്റെ ദിവസത്തെ പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് മാറ്റി ഫോട്ടോ എടുക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ഫോട്ടോ പോലും സ്റ്റാറ്റസ് ഇടാൻ പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് ഒപ്പിച്ചെടുത്തു. ഈ നല്ലോണം മാറ്റി ഒരുങ്ങിയിട്ട് ഫോട്ടോ കിട്ടാത്തൊരവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വ്ലോഗിൽ പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും ഫോട്ടോ കിട്ടിയിട്ടില്ലെങ്കിലും ഈദ് ഉഷാറായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്.